നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹും ഖൗമുൻ തഹാബു ഫില്ലാഹി മിൻ ഗൈരി അംവാലിൻ വലാ അൻസാബിൻ. അവർ മുതൽ നോക്കിയിട്ടല്ല പരസ്പരം ഇഷ്ടപ്പെട്ടത്. അവർ തറവാടിൻ്റെ മഹിമ നോക്കിയിട്ടല്ല അവർ പരസ്പരം അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. വുജൂഹു നൂറുൻ അലാ മനാബിരിൻ മിൻ നൂർ. അവരുടെ മുഖങ്ങൾ വല്ലാതെ പ്രകാശമാണ്. വലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ ആളുകളൊക്കെ പേടിക്കുമ്പോൾ അവർക്ക് ദുനിയാവിൻ്റെ വിഷമമേ ഇല്ല, പേടിയേ ഇല്ല. വലാ യഹ്സനൂൻ. അവർക്ക് ദുഃഖമേ ഇല്ല. അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ആ വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഔലിയാക്കൾ അവർ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുക്കുകയും അൽ മുജ്തനിബു ലിൽ മആസി, തെറ്റുകളെ പൂർണ്ണമായി വിടുകയും ചെയ്യുകയും അവരുടെ ആത്മസംസ്കരണം ചെയ്യപ്പെട്ടവരുമാണ് ഔലിയാക്കൾ. അങ്ങനെയുള്ള ഔലിയാക്കളുടെ സൽപാന്താവിലേക്ക് നയിക്കുന്ന, അതിനുള്ള മാർഗങ്ങൾ കാണിച്ചു തരുന്ന കിതാബാണ് ഹിദായത്തുൽ അസ്കിയ, നാം ഇവിടെ പാരായണം ചെയ്യപ്പെടുന്ന കിതാബും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചതാണ് ഈ കിതാബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോഴും അള്ളാഹുവിൻ്റെ പേരുകൊണ്ടാണ് തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങാതെ ഒരു കാര്യത്തിലും ബറക്കത്തില്ല, അത് ബറക്കത്ത് മുറിഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി. ബിസ്മില്ല കൊണ്ട് തുടങ്ങപ്പെടാതെ എല്ലാ കാര്യങ്ങളും അത് ബറക്കത്തില്ലാത്തതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ആദ്യം ബിസ്മി കൊണ്ട് തന്നെ തുടങ്ങി. രണ്ടാമതായി മഹാനവരുകൾ പാടുന്നു, അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖി ലിൽ ഉലാ ഹംദൻ യുവാഫി ബിർറഹുൽ മുതകാമിലാ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുഹ്മദ. അള്ളാഹുവിന് സ്തുതിക്കപ്പെടുന്നത് വളരെ ഇഷ്ടമാണ്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അസ്സനാഉ അലാ ജമീൽ ഇഖ്തിയാരി, മനുഷ്യന് ചെയ്യാനും ഒഴിവാക്കാനും പറ്റുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയപ്പെടുന്ന വാചകമാണ് ഈ സനാ, പുകഴ്ത്തുക, വാഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ. അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. ഏത് മനുഷ്യൻ ഏത് ഗുണം ചെയ്താലും, അതിന് ആര് നല്ലത് പറഞ്ഞാലും അതിനെല്ലാം മുസബ്ബിബുൽ അസ്ബാബ്, കാരണക്കാരനായവൻ അത് അള്ളാഹുവാണ്. ആയതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്, അൽ എന്ന വാക്ക് എല്ലാം എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, അതിന് ഇസ്തിഗ്റാഖിൻ്റെ അലിഫ് ലാം എന്ന് പറയും. എല്ലാ സ്തുതികളും അത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ സ്തുതിക്കുക, ഹംദിനിക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു തആല മനുഷ്യർക്ക് നൽകുന്നത്. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ ഹംദ യഹ്മദു ബിഹി ലിയുസീബ ഹാമിദുഹു. ഹാമിദിനെ സ്തുതിച്ചവനിക്ക് അതിന് പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി അള്ളാഹു തആല സ്തുതിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അയാൾ ചൊല്ലി അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ മിൻ ഗൈരി ഹൗലിൻ വലാ മിന്നി വലാ ഖുവ എന്ന ഹംദ് ചൊല്ലിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവൻ്റെ എല്ലാ പാപങ്ങളും, മുമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്ന ചെറിയ ദോഷങ്ങളെല്ലാം അള്ളാഹു തആല പൊറുക്കുന്നതാണ്. ആ ഹംദുകളുടെ കൂട്ടത്തിൽ ഏതാണ് ഏറ്റവും നല്ല ഹംദ്? മഹാനായ ബക്കരി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്ന ഈ ഹംദാണ് അഫ്ളലുൽ മഹാമിദ്, ഏറ്റവും
പ്രതിഫലമുള്ള ഹംദുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലമുള്ളത് അതിനാണ് എന്ന് മഹാനവരുകൾ പഠിപ്പിക്കുന്നത് കാണാം. അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖി ലിൽ ഉലാ. അൽഹംദുലില്ലാഹി സർവസ്തുതിയും അല്ലാഹുവിനാണ്. അൽ മുവഫ്ഫിഖി ലിൽ ഉലാ, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അത് നേടാൻ തൗഫീഖ് തരുന്നവനാണ് അല്ലാഹു തആല. ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും. കാരണം ഏത് നന്മകളും ചെയ്യാൻ തൗഫീഖ് തരുന്നതും അത് ചെയ്തു തരുന്നതും അല്ലാഹു തആലയാണല്ലോ. അതാണ് അല്ലാഹു തആല ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ അല്ലാഹു തആല ഇസ്ലാമിലേക്ക് അവൻ്റെ ഹൃദയത്തെ നയിക്കും. യജ്അൽ ദാഇയതഹു വറഗ്ബതഹു വമഹബ്ബതഹു ഇലൈഹി, അവൻ്റെ ആഗ്രഹം, അവൻ്റെ സ്നേഹം, അവൻ്റെ പ്രതീക്ഷയെല്ലാം അല്ലാഹുവിലേക്കായിത്തീരുന്നതാണ്. അങ്ങനെ ഉള്ള അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഹംദൻ, ഒരു സ്തുതി. ഹംദൻ യുവാഫി ബിർറഹുൽ മുതകാമില. ഹംദൻ യുവാഫി, പൂർത്തിയാക്കുന്നതായ സ്തുതി. ബിർറഹുൽ മുതകാമിൽ, അല്ലാഹുവിൻ്റെ എല്ലാ ഗുണങ്ങളെയും, അയ്യഫി ബിഹ്സാനിഹി, അവൻ്റെ എല്ലാ ഗുണങ്ങളെയും നന്മകളെയും ഉൾക്കൊള്ളിക്കുന്ന എല്ലാ നന്മകൾക്ക് പകരം അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നതാണ്. പക്ഷേ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരം നമുക്ക് സ്തുതിച്ച് തീർക്കാൻ പറ്റുകയില്ല. കാരണം നാം സ്തുതിക്കുന്ന സമയത്തെല്ലാം അല്ലാഹു തആല അനുഗ്രഹം ചെയ്തു തരികയാണ്. ഇപ്പോൾ ഞാനൊരു അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ ആ ഹംദ് പറയാൻ അല്ലാഹു തൗഫീഖ് തന്നു, അനുഗ്രഹമാണ്. അല്ലാഹു മനസ്സ് തന്നു, അനുഗ്രഹമാണ്. അല്ലാഹു തആല അതിനിക്ക് നമുക്ക് ആരോഗ്യം തന്നു, അനുഗ്രഹമാണ്. സമയം തന്നു, അനുഗ്രഹമാണ്. ആയുസ്സ് തന്നു, അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിന് പകരം ഹംദ് പറയേണ്ടി വരും, അതിനും സ്തുതിക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യനൊരിക്കലും അല്ലാഹുവിന് സ്തുതിച്ചുകൊണ്ട് സ്തുതി തീർക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാ അശക്തതയും സമ്മതിച്ചുകൊണ്ട് നിനക്ക് ഹംദ് ചെയ്ത് തീർക്കാൻ കഴിയില്ല, എങ്കിലും നിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. രണ്ടാമത്തെ ബൈത്ത്, സുമ്മസ്സലാത്തു അലർ റസൂലിൽ മുസ്തഫ വൽ ആലി മഅ സഹബിൻ വതുബ്ബാഇൻ വിലാ. സുമ്മസ്സലാത്തു, പിന്നെ സ്വലാത്താകുന്നത്, ഏത് കാര്യം ചെയ്യുമ്പോൾ ബിസ്മി വേണം, ഹംദ് വേണം, സ്വലാത്ത് ചെല്ലണം എന്നൊക്കെ ഇതിലൂടെ പഠിപ്പിക്കുന്നു. സ്വലാത്ത് അലർ റസൂലിൽ മുസ്തഫ, മുസ്തഫയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഉണ്ടാവട്ടെ. അൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഇസ്തഫ യസ്തഫി എന്ന പദത്തിൽ നിന്നാണ് മുസ്തഫ എന്നുള്ള പദം വരുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുണ്ടാവട്ടെ. വൽ ആലി, അവിടുത്തെ കുടുംബത്തിൻ്റെ പേരും, സഹബിൻ, സഹാബികളോടൊപ്പം സഹാബികൾക്കും, വതുബ്ബാഇൻ, ആ സഹാബികളെയും മുത്തുനബിയെയും പിൻപറ്റി ജീവിച്ചിരുന്ന താബീങ്ങളും അതിനുശേഷം വരുന്ന എല്ലാവർക്കും സ്വലാത്തുണ്ടാവട്ടെ. വിലാഅൻ, തുടർച്ചയായി ഉണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്സിറു മിനസ് സ്വലാത്തി അലയ്യ, നിങ്ങൾ ധാരാളം സ്വലാത്ത് ചെല്ലണം എൻ്റെ പേരിൽ. ഫഇന്നഹാ തുത്ഫിഉ ഗളബൽ ജബ്ബാർ, ജബ്ബാറായ അല്ലാഹുവിൻ്റെ ആ ദേഷ്യത്തെ അത് കെടുത്തിക്കളയുന്നതാണ്. വതൂഹിനു കൈദ ശയാത്തീൻ, ശൈത്താനിൻ്റെ എല്ലാവിധ കൈദുകളിൽ നിന്ന്, ചതിയിൽ നിന്ന് അത് മനുഷ്യനെ കാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നല്ല നിലക്ക് സ്വലാത്ത് ചെല്ലണം. സ്വലാത്ത് ചെല്ലാതെ ഏത് കാര്യവും ഏത് മജ്ലിസിലും അത് ബറക്കത്തുണ്ടാവുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ, ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഒരു സ്ഥലത്തിൽ ഇരിക്കുന്നു, അവിടെ നബി തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാതെ അവർ എണീച്ചു പോവുകയാണെങ്കിൽ അത് അൻതനു മിൻ ജീഫത്തി ഹിമാരിൻ,
ചത്ത കഴുതയുടെ ശവത്തേക്കാൾ ദുർഗന്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നാം ഏത് വിഷയത്തിലിറങ്ങിയാലും അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ അവസാനത്തിലുമൊക്കെ നാം ധാരാളം സ്വലാത്ത് ചെല്ലണം. സ്വലാത്തില്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിലും ബറക്കത്തുണ്ടാവുകയില്ല. അതുകൊണ്ടല്ലേ നാം ദുആഇൻ്റെ തുടക്കത്തിലും ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത്. അതുപോലെ തന്നെ എല്ലാ മജ്‌ലിസുകളുടെയും അവസാനത്തിൽ നാം ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. കാരണം എല്ലാ കാര്യത്തിൻ്റെയും സമ്പൂർണത, പരിപൂർണത, അതിലുള്ള വിജയം മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോഴാണ്. ഇനി മൂന്നാമത്തെ ബൈത്ത്, തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദതി വതിബാഉ അഹ്വാർ സുശരി ഹബായില. തഖ്വൽ ഇലാഹി, അല്ലാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് മദാറു കുല്ലി സആദതി, എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ്. എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം അത് അള്ളാഹുവിന് തഖ്വ ചെയ്യലാണ്. അള്ളാഹുവിനെ പേടിച്ച്